നമസ്കാരം. അറിവില്ലായ്മ ഒരു തെറ്റല്ല. അറിവില്ലായ്മയിൽ നിന്ന് തിരുത്തപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് ശരിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അറിവില്ലായ്മയെ അതിനെ ഞാൻ പറയുന്നതാണ് ശരി എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ കുറ്റം പറയുകയും മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് പൊട്ടത്തരമാണ്. അങ്ങനെയുള്ളവരെ പൊട്ടൻ അല്ലെങ്കിൽ പൊട്ടി എന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി നമുക്കിപ്പോൾ അറിയാമല്ലോ. നമ്മുടെ നാട്ടിൽ പണ്ട് മണ്ണെണ്ണ വിളക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി വന്നു, ലാൻഡ് ഫോൺ വന്നു. ലാൻഡ് ഫോണിൽ നിന്ന് ഇപ്പോൾ ഇന്റർനെറ്റ് യുഗത്തിലെ സ്മാർട്ട് ഫോണുകൾ വന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു. നേരെ കാലങ്ങളിലൊക്കെ ബുദ്ധിപരമായി അതിനുള്ള കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അതറിയായിരിക്കാം. പക്ഷേ പകുതി പേർക്കും അതറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു സ്മാർട്ട് ഫോണുമെന്നും ഓൺലൈനിൽ കൂടെ നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുമെന്നും ഇതൊന്നും അറിഞ്ഞോ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോയത് അറിഞ്ഞൊന്നുമല്ല. പക്ഷെ നമ്മുടെ മുമ്പിലേക്ക് ഇത് വന്നു കഴിഞ്ഞു. അതിനെ നമ്മൾ അംഗീകരിച്ചു. നമ്മൾ ഗൂഗിൾ പേയും ഒന്നും പണ്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് പോലുമില്ല, നമ്മൾ അത് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ കറൻസി നമ്മൾ ഗൂഗിൾ പേ ആണ് ചെയ്യുന്നത്. നമ്മുടെ വാലറ്റിൽ നിന്ന് നമ്മൾ പൈസ അയക്കുന്നു. നമ്മുടെ കയ്യിൽ മണി നമ്മൾ തൊടാതെ തന്നെ നമുക്കിപ്പോൾ ഒരു 5000 6000 അയക്കണമെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തൊടാതെ തന്നെ നമുക്ക് സ്മാർട്ട് ഫോണിൽ കൂടെ നമുക്ക് വേറൊരാൾക്ക് നമ്മുടെ വ്യക്തികൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ കടന്നത്. അപ്പൊ അടുത്ത വരുന്നതാണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ള സംഗതി. ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ മൈക്രോ സെക്കൻഡിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളൊരു ഹാക്കർ വന്ന് ഹാക്ക് ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ബ്ലോക്ക് ചെയിനിൽ കൂടിയാണ് നമ്മുടെ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ആ ബ്ലോക്ക് ചെയിൻ അതിനെ എന്താ പറയാ, അതിനിങ്ങനെ ബ്ലോക്ക് വിട്ടുകൊണ്ടേയിരിക്കും. മൈക്രോ സെക്കൻഡിൽ കുറെ ബ്ലോക്ക് വരുമ്പോൾ അവർക്ക് അത് അഴിച്ചിട്ട് നമ്മുടെ വിവരങ്ങളോ നമ്മുടെ സാമ്പത്തിക നമ്മുടെ ബാങ്കിന്റെ പൈസയോ ഇതൊന്നും അവർക്ക് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാലങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഇപ്പൊ വരുന്നതേ ഉള്ളൂ. പക്ഷെ പല രാജ്യങ്ങളിലും ഇത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള മാനസികമായ അവസ്ഥയെ, അതിനെ എതിർക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമല്ല, ഇതൊക്കെ തട്ടിപ്പാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, പൊട്ടത്തരങ്ങൾ പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കുക ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന്. സ്വന്തം മുമ്പിൽ നിന്ന് ഒരാൾ വന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിച്ചില്ലെങ്കിൽ അതിനെ നിന്ദിക്കാതിരിക്കുക. അത് അങ്ങനെയൊന്നുമല്ല, അവൻ പുതിയ പൊട്ടത്തരം കൊണ്ട് വന്നതാണെന്ന് ചിന്തിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അറിവില്ലായ്മ തെറ്റല്ല, പക്ഷെ അതിനെ തിരുത്താൻ ശ്രമിക്കാതിരിക്കുന്നതാണ് തെറ്റ്. നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന ഇപ്പോഴത്തെ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചിന്തിക്കുക. കാളവണ്ടി യുഗത്തിൽ നിന്ന് ഡീസൽ വണ്ടി വന്നു, പിന്നെ പെട്രോൾ വണ്ടി, ഇപ്പോ ഇലക്ട്രിക്കൽ വണ്ടി വരെ വന്നു. ആ ഇലക്ട്രിക്കൽ വണ്ടിയുടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നെ സ്മൂത്ത് ആയിട്ടോ പോണെന്ന് അറിയാമോ? അവര് ഹോൺ അടിച്ചാൽ മാത്രമാണ് നമുക്ക് ആ വണ്ടി വരുന്നുണ്ടെന്ന് അറിയുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ വേണമെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന രാജ്യങ്ങളിലുണ്ട്. ഇപ്പോ അത് നമ്മുടെ ഡെസ്റ്റിനേഷൻ അതിനകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയിട്ട് അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ആ വിട്ട ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിക്കും. ആ കാലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പകുതി പേരും അത് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയും. പക്ഷെ വണ്ടി ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഈ ബ്ലോക്ക് ചെയിൻ എന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ആ ബ്ലോക്ക് ചെയിൻ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് മനസ്സിലാക്കണം. ആ ബ്ലോക്ക് ചെയിനിൽ കൂടെ ഇറങ്ങുന്ന കറൻസി എന്താണെന്ന് മനസ്സിലാക്കണം. കാരണം ഇനിയുള്ള കാലങ്ങൾ വേൾഡ് വൈഡ് ഏക കറൻസി എന്ന ലോകത്തിലേക്കാണ് വരുന്നത്. അപ്പൊ ആ കറൻസി ഉണ്ടാക്കുന്നത് ഈ ബ്ലോക്ക് ചെയിനിൽ കൂടിയാണ്. ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞത് മൈക്രോ സെക്കൻഡിൽ ബ്ലോക്കുകൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളെ ഹാക്കർമാർക്കൊന്നും ഇത് ഹാക്ക് ചെയ്ത് നമ്മുടെ എമൗണ്ട് എടുക്കാൻ സാധിക്കില്ല. കാരണം ബ്ലോക്ക് ചെയിനിൽ വിടുന്ന ബ്ലോക്കുകളെ തിരുത്തി അവർക്കത് മുന്നോട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ട് അവരത് തോറ്റു പിന്മാറും. അപ്പൊ ബ്ലോക്ക് ചെയിനിൽ കൂടിയാണ് ഈ ഓൺലൈൻ കറൻസി വരുന്നത്. ഇതിനെ മനസ്സിലാക്കാൻ നമുക്ക് പ്രത്യേകിച്ച് വലിയ ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ട. ഈ വന്ന് പറയുമ്പോൾ ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വിവരം നമുക്കില്ലായ്മയല്ല, അത് ഓരോ വ്യക്തികളുടെ ക്യാരക്ടറാണ്. അതായത് പറയുന്ന വ്യക്തികളോട് അംഗീകരിക്കാനുള്ള ഒരു മടി, അതായത് പൊട്ടത്തരം അല്ലെങ്കിൽ വിവരമില്ലായ്മ, അതിനെ മറ്റുള്ളവർ പറയുന്നതിനെ അംഗീകരിക്കാൻ പറ്റായ്മ ഒരു വലിയ തെറ്റ് തന്നെയാണ്. അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. മുമ്പിൽ കടന്നു വരുന്ന കാലങ്ങൾക്കനുസരിച്ച് വരുന്ന വ്യതിയാനങ്ങളെ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുമാക്കിയാൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
വികസിത രാജ്യങ്ങളൊക്കെ എങ്ങനെ വികസിച്ചു എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഇതേപോലെയുള്ള ഓരോ സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള ജനങ്ങൾ അതിനെ മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങി. അങ്ങനെ ഇറങ്ങാതിരിക്കാൻ പറ്റില്ല. കാലക്രമേണ നമുക്ക് ഇങ്ങനെ തന്നെ നടക്കും. ഇനി കോയിൻസ്, അതായത് ഓൺലൈൻ കറൻസി മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നോട്ട് നമ്മുടെ കൈകൊണ്ട് എണ്ണി കൊടുക്കുന്ന ആ സംവിധാനങ്ങൾ നിർത്തും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് നമ്മൾ എണ്ണിയായിരുന്നു നോട്ടുകൾ കൈകൊണ്ട്. പിന്നെ മെഷീനായില്ലേ എണ്ണാനായിട്ട്. അപ്പൊ തെറ്റുപറ്റില്ലല്ലോ. ബാങ്കിലാണെങ്കിലും മെഷീനിലൂടെ എണ്ണി തെറ്റുന്നു. എത്രയോ അക്കൗണ്ട്സ് ബാങ്കുകാർ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് കൗണ്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആവാതെ ഇരുന്നിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം മെഷീനിലൊക്കെ വന്നപ്പോൾ കുറെ വ്യത്യാസങ്ങളുണ്ട്. ഇതേപോലെ കാലത്തിനനുസരിച്ച് കാലക്രമേണ അത് ചേഞ്ചസ് വരും. ഇപ്പൊ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ ആണ്. ഈ വെർഷന് നമ്മൾ അംഗീകരിക്കുക. ഇതിൽ കൂടിയാണ് ഇതിനുള്ള കാര്യങ്ങൾ പോകുന്നതെന്ന്. അപ്പോൾ വന്ന് ഒരാൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അത് പൊട്ടത്തനമാണ്, അല്ലെങ്കിൽ അത് തെറ്റാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അത് പുതിയൊരു തട്ടിപ്പാണ് എന്ന് ചിന്തിക്കുന്നവരോട് വിവരമില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടക്കരുത്. വിവരമില്ലായ്മ തെറ്റുമല്ല. വിവരമില്ലായ്മ മറ്റുള്ളവരെ അടിച്ചമർത്താൻ ഉപയോഗിക്കേണ്ട ഒരു ഉപകരണമല്ല. അത് നിങ്ങളുടെ ബുദ്ധിശൂന്യത മാത്രമാണ്. അപ്പോൾ അത് അംഗീകരിക്കാനായിട്ട് നമ്മൾ പഠിക്കുക. ഓരോ വ്യക്തികളെ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തെറ്റുകൾ എപ്പോഴും തിരുത്താനുള്ളതാണ്, തെറ്റുകളെ ചേർത്ത് വെച്ച് കൊണ്ടു നടക്കാനുള്ളതല്ല. തെറ്റ് തിരുത്തി ശരിയായ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ മാത്രമാണ് ജീവിതത്തിൽ വിജയം വരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, നല്ലൊരു ദിവസം ആശംസിക്കുന്നു.